ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കാവ് സ്പീക്സ് ബൈ കവി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്നത്തെ പുതിയ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് കാനഡയിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസ് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾ കാനഡയിൽ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. കുറച്ച് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചായിരുന്നു അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്നുള്ളത്. അപ്പം അവർക്കുള്ളതാണ് ഈ വീഡിയോ. ഒരു ചെറിയ ഇൻഫർമേഷൻ ആണ്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ പുതുതായി ചെയ്യാനുണ്ട് എന്നുള്ളത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം സിൻ നമ്പർ എടുക്കുക എന്നുള്ളതാണ്. സിൻ നമ്പർ എന്ന് വെച്ചാൽ സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ ആണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ആധാർ കാർഡ് പോലെയൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്പർ ആണ്. ഇവിടെ എല്ലാ കാര്യത്തിനും വേണ്ടതാണ്. ഇപ്പൊ സിന്ന് സാധാരണ നമ്മൾ പോയി എടുക്കേണ്ടത് സർവീസ് കാനഡയിലാണ്. സർവീസ് കാനഡ, സർവീസ് ഒണ്ടാരിയോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ അക്ഷയൊക്കെ പോലില്ലേ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ്. അപ്പോൾ അത് ഇവിടുത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് പെർമിറ്റിന്റെ വിസയാണോ, അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസ, അല്ലെങ്കിൽ നമ്മൾ കൺഫർമേഷൻ ഓഫ് PR ഉണ്ടായിരിക്കും അത്, പിന്നെ നമ്മുടെ പാസ്പോർട്ട്, പിന്നെ നമ്മൾ എവിടെയാണോ ഇപ്പൊ നിൽക്കുന്നത് ആ ഒരു അഡ്രസ്സ്, ഇതെല്ലാം കൊണ്ട് ചെന്നാൽ മാത്രമേ നമുക്ക് സർവീസ് കാനഡയിൽ നിന്ന് സിന്ന് കിട്ടുള്ളൂ. അപ്പൊ പണ്ട് ആക്ച്വലി ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ഒക്കെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ എയർപോർട്ടിൽ തന്നെ സിന്ന് കൊടുക്കുമായിരുന്നു. പക്ഷെ ഞാൻ വന്ന സമയത്ത് എനിക്ക് സർവീസ് കാനഡയിൽ പോയി കഴിഞ്ഞിട്ട് ഇതെല്ലാം കാണിച്ചതിന് ശേഷം മാത്രമേ സിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഫസ്റ്റ് നമ്മൾ സിന്ന് എടുത്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ജോബിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അവരെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണിത്. നമ്മുടെ സാലറി ഒക്കെ കയറണമെങ്കിൽ സിന്ന് വേണം. അപ്പൊ ആദ്യം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. സിന്ന് എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ബാങ്ക് അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ്. അതിപ്പോ വർക്ക് പെർമിറ്റ് വരിക അല്ലെങ്കിൽ PR വരിക എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവില്ല. പക്ഷെ സ്റ്റുഡന്റ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് GIC ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ബാങ്കിൽ പോയിട്ട് അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ സ്പൗസ് വിസ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് എന്തായാലും എടുക്കണം. കാരണം നിങ്ങളൊരു ജോബിനൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങളോട് സിന്നും പിന്നെ വോയിഡ് ചെക്കും ആണ് ബാങ്കിൽ അക്കൗണ്ടിന്റെ വോയിഡ് ചെക്ക് ആണ് ചോദിക്കുക. അപ്പൊ ആദ്യം ഇത് എടുത്തിരിക്കണം. അത് നിങ്ങൾക്ക് ഓരോ ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എടുക്കുമ്പോൾ അങ്ങനത്തെ ഓരോരോ ബെനിഫിറ്റുകൾ ഓരോ ബാങ്കിന് ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ബാങ്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവരുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കാർഡ് എടുക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡന്റ് ആണെങ്കിൽ ഹെൽത്ത് കാർഡ് കിട്ടില്ല. അതല്ലാതെ നമ്മൾ വർക്ക് പെർമിറ്റ് വിസയിൽ വരിക, അല്ലെങ്കിൽ സ്പൗസ് വിസയിൽ വരിക, അല്ലെങ്കിൽ PR ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഹെൽത്ത് കാർഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിങ്ങൾ സർവീസ് ഒണ്ടാരിയോ പോയാലാണ് നിങ്ങൾക്ക് ഹെൽത്ത് കാർഡ് കിട്ടുക. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ സിൻ നമ്പർ അല്ല, നിങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ ലൈക്ക് പാസ്പോർട്ട് അല്ലെങ്കിൽ ഈ PR വിസ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടു ചെല്ലണം. പിന്നെ നിങ്ങളുടെ അഡ്രസ്സും വേണം. അപ്പൊ നിങ്ങൾക്ക് അവിടുന്ന് ഹെൽത്ത് കാർഡ് കിട്ടും. അപ്പോൾ അത് ഹെൽത്ത് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ചികിത്സ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പൈസ, ഇപ്പൊ ഹെൽത്ത് കാർഡ് ഇല്ലാതെ നിങ്ങൾ പോവാണെങ്കിൽ ഇതിൽ $200 ഒക്കെ ചിലപ്പം ഒരു വിസിറ്റിന് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും ബെറ്റർ അത് എടുത്തിരിക്കുക എന്നുള്ളതാണ്. പിന്നെന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഫാമിലി ആയിട്ട് വരിക അല്ലെങ്കിൽ സ്പൗസിനെ കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെറ്റർ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫാമിലി ഡോക്ടറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഫാമിലി ഡോക്ടർ ഒന്നും ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിലാണെങ്കിലും ചാൻസ് കുറവാണ് സിംഗിൾ ആണെങ്കിൽ. അപ്പൊ ഫാമിലി ഒക്കെ ആകുമ്പോൾ അത് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. കാരണം ഒരു എമർജൻസി വന്നിട്ട് പിന്നെ നിങ്ങൾ ഒരു ആളെ നോക്കി പോകുമ്പോൾ ഈ വാക്കിനൊക്കെ കയറേണ്ടി വരും ക്ലിനിക്കിൽ. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും നല്ലത് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടാവുന്നുള്ളതാണ്. കാരണം ഇവിടെ ഇപ്പം ഫാമിലി ഡോക്ടറെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. പിന്നെ അടുത്തത് നമ്മുടെ ഫോൺ എടുക്കുന്ന കാര്യമാണ്. ഇപ്പൊ കാനഡ വരികയാണെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് നല്ല ഫോൺ വാങ്ങിച്ച് കൊണ്ടുവരാനുള്ള പ്ലാൻ ആണെങ്കിൽ അതിനേക്കാളും നല്ലത് ഇവിടെ വന്നിട്ട് ഫോൺ എടുക്കുക എന്നുള്ളതാണ്. അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ, ഫോൺ എടുക്കുമ്പോഴത്തെ ഇവിടുത്തെ ഓഫറിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഫോൺ എടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഇവിടെ നെറ്റ്വർക്കിംഗ് നാട്ടിലെ പോലെ അല്ലാന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ പക്ഷെ എങ്ങനെയായാലും ഇവിടുത്തെ ഫോൺ നമ്പറും ഇവിടുത്തെ നെറ്റ്വർക്ക് ഉള്ളതാണ് ഏറ്റവും ബെറ്റർ. നാട്ടിലെ ഫോൺ നമ്പർ മാത്രം കീപ്പ് ചെയ്യാതെ. കാരണം നിങ്ങൾക്ക് എന്ത് ജോലിക്ക് പോകാനാണെങ്കിലും വേറെ എന്ത് കാര്യത്തിന് കൊടുക്കാനാണെങ്കിലും ഇവിടുത്തെ നമ്പർ വേണം. അപ്പോൾ അതൊക്കെ ഇവിടെ ഓരോരോ ഡീൽസ് ഉണ്ട് ഓരോരോ കമ്പനികൾക്ക്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. ചിലത് വെച്ചാൽ സ്റ്റുഡന്റ് ആയി വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ചില കമ്പനികൾ ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നേ പറയുള്ളൂ. അതുപോലെ ഫസ്റ്റ് ടൈം എടുക്കുകയാണെങ്കിലൊക്കെ കുറെ ബെനിഫിറ്റുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡാണ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ PR ഒക്കെ ആയിട്ട് വരുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നൊന്നുമില്ല. പക്ഷെ ക്രെഡിറ്റ് കാർഡ് എടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല ആ പേര് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല എന്ന് വിചാരിക്കേണ്ട. ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഞാനിവിടെ വന്ന ഫസ്റ്റ് മന്തിൽ എന്ന് പറഞ്ഞാൽ നമ്മള് ജോലിയൊന്നും ഇല്ലല്ലോ. പക്ഷെ ആ സമയത്ത് എനിക്ക് PCയുടെയും കനേഡിയൻ ടയറിന്റെയും ക്രെഡിറ്റ് കാർഡ് ഒക്കെ അവർ എനിക്ക് അപ്രൂവ് ചെയ്തായിരുന്നു. വെച്ചാൽ ഫസ്റ്റ് ഒരു $200 $500 ഒക്കെ അവർ എനിക്ക് തന്നത്. പക്ഷെ പിന്നെ നമ്മൾ ആ ക്രെഡിറ്റ് കാർഡ് മര്യാദയ്ക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർ അത് ഒറ്റയടിക്ക് അപ്ഗ്രേഡ് ചെയ്ത് 5000 അങ്ങനെയൊക്കെ തരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ എടുത്തോളുക. കാരണം നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ നിങ്ങൾക്ക് പിന്നെ ഒരു കാർ വാങ്ങിക്കാനായാലും വീട് വാങ്ങിക്കാനായാലും ഒക്കെ. അപ്പൊ നമ്മൾ ക്രെഡിറ്റ് കാർഡ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും, അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ഏറ്റവും വേഗം എടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി കൂടുന്തോറും അതിന് ബെനിഫിറ്റുകൾ ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾ നോക്കുക ക്രെഡിറ്റ് കാർഡ് എടുക്കുക എന്നുള്ളത്.
ചിലപ്പോൾ നമ്മൾ ചിലവരെന്ന് വെച്ചാൽ ഇപ്പൊ സ്പൗസ് വിസയിലൊക്കെ വരികയാണെങ്കിൽ ആദ്യം ജോലി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ഹസ്ബൻഡിന് ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, അപ്പൊ എനിക്ക് ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ എടുക്കാതൊക്കെ ഇരിക്കും. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്കും ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് ഗുണം. ആ ക്രെഡിറ്റ് സ്കോർ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ഒരു വീട് വാങ്ങിക്കാനോ കാർ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഡ്രൈവിംഗ് അബ്സ്ട്രാക്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 18 വയസ്സ് തൊട്ട് വണ്ടി ഓടിക്കുന്നതായിരിക്കും നാട്ടിൽ. അപ്പൊ അതിന്റെ അബ്സ്ട്രാക്ട് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് കാണിക്കാൻ പറ്റും ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസിൽ നിങ്ങൾക്ക് ആ ഒരു കുറച്ച് സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ലൈക്ക് G1 എടുത്ത് G2 എടുത്ത് G എടുക്കുക എന്നുള്ള സ്റ്റെപ്പിന് പകരം G2 നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് G എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പൊ നാട്ടിലെ ജോലിന്ന് PR കിട്ടി വരിക അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ വണ്ടി എടുക്കാനൊക്കെ ഈസി ആയിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ റെസ്യൂമെ ആണ്. റെസ്യൂമെ നാട്ടിലേക്കാളും കുറച്ച് എല്ലാ കൺട്രിയിലും വ്യത്യാസം ഉണ്ടല്ലോ, അപ്പൊ അതുപോലെ ഇവിടെയും വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ സ്കില്ല് കാണിക്കുന്നത് ഉള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള റെസ്യൂമെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുക. എന്നുവെച്ചാൽ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്നൊക്കെ അനുസരിച്ച് ഇവിടത്തെ ടെംപ്ലേറ്റ് എങ്ങനെയാണോ വെച്ചാൽ ഇവിടുത്തെ ടെംപ്ലേറ്റ് അനുസരിച്ച് തന്നെ ഉണ്ടാക്കുക. അതിപ്പം ഇപ്പൊ ഈസി ആണ്, ലൈക്ക് നമുക്ക് AI ഹെൽപ്പ് ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കി നമുക്ക് അതിനനുസരിച്ച് ടെംപ്ലേറ്റ് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ പ്രോപ്പർ ആയിട്ട് ഏത് ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ജോലിക്ക് വേണ്ട ഇതനുസരിച്ച് ആ കമ്പനിക്ക് വേണ്ട അനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പൊ കുറച്ചും കൂടെ ജോലി കിട്ടാൻ ചാൻസ് കൂടുതലായിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസ്യൂമെ നമുക്ക് ഇവിടെ നാട്ടിൽ ഉള്ളതിനെ പോലെ ഇവിടുത്തെ എന്ന് വെച്ചാൽ ലിങ്ക്ഡിനും ഇൻഡീഡും ഒക്കെയാണ് കൂടുതൽ നമ്മൾ ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളത്. ഒരുപാട് അപ്ലിക്കേഷൻസ് അവിടെ ഉണ്ടാവുക. അപ്പൊ അതിൽ നിങ്ങൾ ഒരു അക്കൗണ്ട് എന്തായാലും ക്രിയേറ്റ് ചെയ്യുക വന്നു കഴിഞ്ഞാൽ. എന്നിട്ട് അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന ജോലികൾ അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഈസിയാണ്. അവർക്ക് ഇങ്ങോട്ട് ഇപ്പം ഏതെങ്കിലും കമ്പനിക്ക് ഇങ്ങോട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് കണ്ടിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പം അങ്ങനെയാണെങ്കിലും നമ്മുടെ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഒരു സ്പൗസ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, നാട്ടിലെ എഡ്യൂക്കേഷൻ ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവാം. അപ്പൊ പെട്ടെന്ന് ജോലിയൊന്നും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. പക്ഷെ അപ്പത്തെ ഡിപ്രഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു ഇൻഡീഡ് അല്ലെങ്കിൽ ലിങ്ക്ഡിനിലൊന്നും ജോലി കിട്ടിയില്ലെങ്കിലും ഇവിടെ കുറെ എംപ്ലോയ്മെന്റ് ഏജൻസികൾ ഉണ്ട്. അപ്പൊ അവരുടെ നമുക്ക് ഇങ്ങനെ റെസ്യൂമെ കൊണ്ടു കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അവരുടെ അതിൽ എന്തെങ്കിലുമൊക്കെ ജോലികളിൽ ഒഴിവുണ്ടെങ്കിൽ ഒക്കെ ആണെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇപ്പം ഞാൻ പറയാം ഹൈ സാലറി അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫഷനിൽ ചിലപ്പോൾ ജോലി കിട്ടണമെന്നില്ല. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് ഒരു ജോലി വേണം, നിങ്ങൾക്കൊന്ന് പിടിച്ചു നിൽക്കാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അങ്ങനത്തെ ഏജൻസികൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് ഒരു കമ്മീഷൻ പോകുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു ജോലി അവര് എന്തായാലും കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ നോക്കാനാണെങ്കിൽ പോലും നിങ്ങൾക്ക് റെസ്യൂമെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ നമ്മുടെ റെസ്യൂമെ പേപ്പർ ആയിട്ട് കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ജോലി സാധ്യത ഉണ്ട്. അപ്പൊ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ റെസ്റ്റോറന്റ് ആയാലും അല്ലെങ്കിൽ അങ്ങനെ പാർട്ട് ടൈം ജോലി കിട്ടുന്ന സ്ഥലത്ത് ഈ ഒരു റെസ്യൂമെ നിങ്ങൾക്ക് നല്ലൊരു റെസ്യൂമെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ചാൻസസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവിടെ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ CRAയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വെച്ചാൽ കാനഡ റവന്യൂ ഏജൻസിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ ടാക്സ് ഒക്കെ നമ്മൾ ഫയൽ ചെയ്യുന്നത് ഈ ഒരു CRA അക്കൗണ്ടിലൂടെയാണ്. അപ്പം നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആണ് അല്ലെങ്കിൽ ഒരു സ്പൗസിനെ കൊണ്ടുവരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും സ്വന്തമായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. വെച്ചാൽ ഹസ്ബൻഡിന് ഒരു അക്കൗണ്ട് ഉണ്ട് വെച്ചിട്ട് വൈഫിന് വേറെ അക്കൗണ്ട് തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഒരുമിച്ച് ഫയൽ ചെയ്യുക. അപ്പൊ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വരികയൊക്കെ ആണെങ്കിൽ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, സ്പൗസ് വിസയിൽ വരുന്നവരായിക്കോട്ടെ, PR ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇവിടെ വെൽക്കം കാനഡ എന്ന് പറഞ്ഞിട്ട് ഒരു ബെനിഫിറ്റ് ഒരു $1000 ഒക്കെ ഇവിടുത്തെ ഗവൺമെന്റ് തരും ഇങ്ങോട്ടേക്ക്. അപ്പൊ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, എന്തായാലും വാങ്ങിക്കുക. അപ്പൊ അതൊന്നും ടാക്സ് ഫയൽ ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ അറിയാലോ ഓരോരോ പ്രൊവിൻസിന് അതിൻ്റെതായ ബെനിഫിറ്റുകൾ ഉണ്ട്. അപ്പോൾ അത് ഓരോരോ കാർബൺ ടാക്സ് റിബേറ്റ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻഫ്ലേഷന്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പൈസകൾ കിട്ടാറുണ്ട്. അപ്പൊ അതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ CRAയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഇപ്പൊ ഒരു കുട്ടികളൊക്കെ വരുന്നതെന്ന് വെച്ചാൽ പെർ ചിൽഡ്രൻ വരെ നമുക്ക് പല ബെനിഫിറ്റുകളും കിട്ടാറുണ്ട്. അപ്പൊ അതൊന്നും മിസ് ഔട്ട് ചെയ്യരുത്. പിന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ നമ്മൾ ഇവിടെ താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നോക്കുമല്ലോ. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് മാർക്കറ്റ് പ്ലേസ്, ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസ്, പിന്നെ KGG പോലത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങൾ അതിൽ ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ അവർ പറയുമ്പോഴത്തേനും പൈസ ഒന്നും എടുത്ത് കൊടുക്കാതിരിക്കുക. കാരണം ഇപ്പൊ എനിക്കറിയാം സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ ഒരുപാട് മലയാളികളുണ്ട്. അപ്പൊ കാനഡയിൽ അറിയാത്ത ആൾക്കാർ നിങ്ങൾക്ക് ചുരുക്കമായിരിക്കും, ആരെങ്കിലും ഒക്കെ അറിയുന്നുണ്ടാവും. അപ്പൊ അവരോടൊന്ന് ഹെൽപ്പ് ചോദിക്കുക, ഒന്ന് പോയി ആ വീടോ അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് പോയി നോക്കാൻ പറയാ. എന്നിട്ട് നിങ്ങൾ പൈസ കൊടുക്കുക. അതുകൂടാതെ തന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടായാലും നിങ്ങൾക്ക് പറ്റുന്ന ഒരു സ്റ്റേ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ഒരാളുടെ അടുത്ത് നിൽക്കുക. അല്ലെങ്കിൽ ഇവിടെ Airbnb ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സ്റ്റേ ചെയ്തിട്ട് നിങ്ങൾ ഒരു നല്ല സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ കുറെ പൈസ മുന്നേ കൊടുത്ത് പിന്നെ ഇവിടെ വരുമ്പോ അങ്ങനെ ഒരു സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ സ്കാം ഒക്കെ ഉണ്ടായിട്ടുണ്ട് പണ്ടൊക്കെ. അപ്പൊ അതിലൊന്നും പെടാതിരിക്കുക. അപ്പൊ സ്റ്റേ ഒക്കെ മര്യാദയ്ക്ക് നോക്കുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർണിച്ചേഴ്സ് ഒക്കെ വേണം എന്നൊക്കെ. ചിലതിൽ ഇവിടെ തന്നെ സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോഴൊക്കെ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കൊടുക്കുന്നുണ്ട്. ചിലതിൽ ഫർണിഷ്ഡ് ആയിട്ടുള്ളത് ഉണ്ടാവില്ല. പക്ഷെ
അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളെ പെർമനന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ്ഡ് ഫർണിച്ചർ യൂസ് ചെയ്യാന്നുള്ളതാ. ഇവിടെ അത് ഭയങ്കര കോമൺ ആണ്, ആരും ജഡ്ജ് ചെയ്യില്ല. അപ്പം നിങ്ങൾക്ക് അത് കിട്ടാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ആപ്പുകളുണ്ട്. ലൈക്ക് മാർക്കറ്റ് പ്ലേസിൽ നിങ്ങൾക്ക് നല്ല ഫർണിച്ചേഴ്സ് കിട്ടും. അതുപോലെ കിജിജി ഉണ്ട്, ക്യാരറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സൈറ്റുകളുണ്ട്. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് തന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ത്രിഫ്റ്റ് സ്റ്റോറുകളിലൊക്കെ അങ്ങനത്തെ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സും സാധനങ്ങളും ക്ലോത്തിങ് അടക്കം കിട്ടും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. അപ്പം നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് മൊത്തത്തിൽ ഫർണിച്ചേഴ്സിനൊന്നും കൊടുക്കാതെ ഈ പുതിയ ഫർണിച്ചർ വാങ്ങാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ ഒരുപാട് അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും ആവശ്യത്തിന്. വെച്ചാൽ പിന്നെ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റി പുതിയത് വാങ്ങാലോ. അപ്പൊ അതുവരെ നിങ്ങൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കിട്ടും. പിന്നെ ഇനി അതുപോലെ തന്നെ ഈ ഡൊണേഷൻ അല്ലെങ്കിൽ വോളണ്ടിയർ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ ഫർണിച്ചേഴ്സ് കിട്ടാണ്ട് ഒന്നും പറയണ്ട. ചിലപ്പോൾ പുറത്ത് ഇങ്ങനെ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ പലപ്പോഴും പുറത്ത് ഇങ്ങനെ വെക്കാറുണ്ട്, ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയും നിങ്ങൾക്ക് ഫർണിച്ചേഴ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പം അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ വിന്റർ ക്ലോത്തിങ് നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ക്ലോത്തിങ് ആയിക്കോട്ടെ, ഷൂ ആയിക്കോട്ടെ, അങ്ങനത്തെ എന്ത് കാര്യങ്ങളായാലും അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടമായിട്ട് കാണേണ്ട ആവശ്യമില്ല. അത് ഇവിടെ വന്നിട്ട് വാങ്ങുന്നതാണ് ബെറ്റർ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇവിടുത്തെ ടെമ്പറേച്ചറിനോട് പറ്റുന്ന ഡ്രസ്സുകൾ ഇവിടെ നിന്ന് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ വിന്റർ ക്ലോത്തിങ് ഒക്കെ ഇവിടെ വന്നിട്ട് വാങ്ങുക. പിന്നെ പറയാനുള്ളത് ഒരു കാര്യം ഞാൻ വിട്ടുപോയതാണ്, ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ. ഈ ഒരു സ്പൗസ് ആയിട്ട് ഫാമിലി വരുന്നവര് അല്ലെങ്കിൽ ഒരു വൈഫിനെ കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. കാരണം എന്താ വെച്ചാല് നമ്മൾ ഇപ്പൊ ഇവിടെ സേവിങ്സ് പ്ലാൻ അറിയാലോ, RRSP ഉണ്ട്, TFSA ഉണ്ട്, അങ്ങനത്തെ പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മാസം ഒരു $100 ഒക്കെ അതിൽ ഇടുകയാണ് രണ്ടുപേരും. രണ്ടുപേരുടെ സൈഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എമർജൻസി ഫണ്ട് എന്ന രീതിയിൽ അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ അതിനൊക്കെ ബെറ്റർ ആണ് ഒരു ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്നുള്ളത്. രണ്ടുപേർക്കും കൂടെ സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് കൂടാതെ ഇതും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ബെനിഫിറ്റ് കിട്ടുമായിരിക്കും. പിന്നെ വേറെ ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ PR ഉള്ളവർക്കാണ്. എന്ന് വെച്ചാൽ PR ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല, പക്ഷെ ജോലി കിട്ടാനൊക്കെ കുറച്ച് ഡിലേ ഒക്കെ വന്നു എന്നിരിക്കാം. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഒരു ഇവിടെ നിന്ന് ഒരു ഡിഗ്രി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ നിങ്ങൾ പഠിച്ച ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ കോളേജിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഓരോരോ പ്രൊവിൻസ് അനുസരിച്ച് ഇവിടെ ഗവൺമെന്റിന്റെ ലോൺ തരും. ലൈക്ക് ഇപ്പൊ ഒണ്ടാരിയോ ആണെങ്കിൽ ഒസാപ്പ് എന്ന് പറഞ്ഞിട്ട് ലോൺ ഉണ്ട്. അപ്പൊ അവര് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കണ സമയത്തുള്ള പൈസ, നിങ്ങളുടെ ആ ഒരു എഡ്യൂക്കേഷന് വരണ പൈസ ഇവര് ഒരു മോസ്റ്റ്ലി ഒരു 3/4 അല്ലെങ്കിൽ ഒരു ഹാഫ് എങ്കിലും ഒരു കവർ ചെയ്യും. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവര് നമ്മുടെ മുന്നത്തെ സാലറി ഒക്കെ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ PR ആയിട്ട് വരാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരെ നോക്കുമ്പോൾ അത്രയും സാലറി ഇല്ലല്ലോ. കാരണം നമ്മുടെ നാട്ടിലെ സാലറി ആണല്ലോ അവർ നോക്കണേ. അപ്പോ ഇവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ പൈസ ചിലപ്പോൾ ആ ഒരു ഒസാപ്പ് വഴിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അത് തന്നെ ഇപ്പൊ ഒരു ഫാമിലി ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. കാരണം നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസിനും കൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കും അവർ ഒസാപ്പ് തരുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് PR കിട്ടിയിട്ടെന്ന് വെച്ചാൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യാം, നിങ്ങൾ വന്ന സമയത്ത് തന്നെ. കാരണം നിങ്ങൾ വന്നിട്ട് ഇവിടെ ഒരു വർഷം 2 വർഷം ജോലി ചെയ്തിട്ട് പിന്നെ അപ്ലൈ ചെയ്യുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഒരു 1 ഇയർ മുന്നേ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴത്തെ നിങ്ങളുടെ ടാക്സ് ആണ് ഇവർ നോക്കണേ. അപ്പൊ ആ സമയത്ത് ടാക്സ് കൂടുതലാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന സാപ്പിന്റെ എമൗണ്ടും കുറവായിരിക്കും. അപ്പോൾ ഇപ്പൊ ഒരു സ്പൗസിനൊക്കെ പഠിക്കണം അല്ലെങ്കിൽ ഒരാൾ ജോലിക്ക് ഒരാൾ പഠിക്കുകയാണെങ്കിൽ അതും നല്ലൊരു ഓപ്ഷൻ ആണ്. കാരണം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ അവസാനത്തെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മള് ഒരു പെട്ടെന്ന് നമ്മൾ സിംഗിൾ ആയി ജീവിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ ഒരു സ്പൗസ് ഇങ്ങോട്ട് വരികയാണ്, അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ഫൈനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ. കാരണം ചെലവ് കൂടി, റെന്റിന്റെ മുന്നേ ഉള്ള റെന്റ് ആയിരിക്കില്ല ഇപ്പൊ ഉണ്ടാവുക. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം കുറച്ചും കൂടെ ചിലപ്പോൾ ആൾക്കാർ കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങും, ഓവർ ടൈം വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പം അതൊക്കെ ചെയ്താലും വാട്ട്സ് നിങ്ങൾ കുറച്ച് സമയം ഈ ഒരു സ്പൗസിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അവര് വരിക എന്ന് പറഞ്ഞാൽ അവർ മൊത്തത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് മൊത്തത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ട് അവർക്ക്. പിന്നെ ഒറ്റയ്ക്കായിരിക്കുമല്ലോ കൂടുതലും. അപ്പൊ ഇവിടെ അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അത് കുറച്ചും കൂടെ അവർക്കും ഒരു മെന്റലി, കാരണം അവർക്കും പെട്ടെന്ന് ജോലി കിട്ടണമെന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾ കൂടുതൽ കൂടെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ സ്പൗസിനെ കൊണ്ടുവരിക അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരുമ്പോൾ കുറച്ചും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അതും ഒരു നല്ലൊരു കാര്യമാണ്. അപ്പൊ ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടുമല്ലോ. അപ്പൊ അതും നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇവിടെ വന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇനി എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യണമെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.